السلام عليكم ورحمة الله وبركاته. إن الحمد لله غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. ويوم يحشر أعداء الله إلى النار فهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون. وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹു കബൂൽ ചെയ്യും വിധം വ്രതവും മറ്റ് ഇബാദത്തുകളും ചെയ്യാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തിക്കൊത്ത് ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പരിശുദ്ധ റമദാനിൻ്റെ മഹനീയമായ ദിനരാത്രങ്ങളിലൂടെയാണ് മുസ്ലിം ഉമ്മത്ത് കടന്നു പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഏറെ വേദനയോടുകൂടി, സങ്കടത്തോടുകൂടി, പ്രയാസത്തോടുകൂടി നോമ്പനുഷ്ഠിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ഭൂമിയിലുണ്ട്. ഖുദ്സിൻ്റെ മക്കൾ. അവർക്ക് വെള്ളമില്ല, അവർ ഭക്ഷണമില്ല, കഷ്ടപ്പെടുകയാണ്. വെടിയുണ്ടകൾക്ക് നേരെ, ബോംബുകൾക്ക് നേരെ അവരുടെ ശരീരം ചിന്നിച്ചേറുകയാണ്. അള്ളാഹു ആ ഖുദ്സിൻ്റെ മക്കൾക്ക് സമാധാനമേകുകയും ഖുദ്സിൻ്റെ മക്കളെ കൊന്നൊടുക്കുന്ന കാപാലികന്മാരെ അള്ളാഹു ഇടപെട്ട് തുരത്തുകയും ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് അവർക്ക് സമാധാനവും ശാന്തിയും ഷഹീദിൻ്റെ പ്രതിഫലവും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാം ഇബാദത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കുക എന്നല്ല. അങ്ങനെ പട്ടിണി കിടന്നുകൊണ്ട് പ്രത്യേക കാര്യമൊന്നുമില്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യകരമായ ചില ഗുണങ്ങൾ ലഭിച്ചേക്കാം, പക്ഷെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുകയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സുംത, നീ നോമ്പനുഷ്ഠിച്ചാൽ ഫൽ യസും സമഅക, നീ നിന്റെ കേൾവിയെ നോൽപ്പിക്കണം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നിന്റെ കാതുകൊണ്ട് നീ കേൾക്കരുത്. മുത്ത് റസൂലിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യവും നിന്റെ കാതുകൊണ്ട് നീ കേൾക്കരുത്. കേട്ടാൽ നിന്റെ നോമ്പ് ഉണ്ടാവില്ല. പല ആളുകളും നോമ്പ് നോറ്റ് മൊബൈലിൽ പല കാണാൻ പാടില്ലാത്ത, കേൾക്കാൻ പാടില്ലാത്ത
ശ്രദ്ധിക്കാൻ പോലും പാടില്ലാത്ത പല കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. കാരണം സമയം പോകണ്ടേന്നാണ്. സമയം പോക്കാൻ ഇസ്ലാം പഠിപ്പിച്ച ഒരുപാട് ദിക്റുകൾ, ഖുർആൻ പാരായണം, നിരന്തരമായ പ്രാർത്ഥന, അതായിരിക്കണം ഒരു നോമ്പുകാരൻ്റെ കൽബിൽ നിന്ന് ഉയരേണ്ടത്. പകരം മോശമായ രൂപത്തിൽ നമ്മുടെ കാതുകളെ മോശമായ കാര്യങ്ങൾ കേൾപ്പിച്ചാൽ ആ നോമ്പിന് പ്രതിഫലം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് റസൂൽ പറയുകയാണ്, ഇദാ സുംത, നീ നോമ്പ് നോറ്റാൽ ഫൽ യസും, നീ നോമ്പ് നോൽപ്പിക്കണം, സംഅക, നിന്റെ കേൾവിയെ, വ ബസറക, നിന്റെ കണ്ണിനെ. നിന്റെ കണ്ണുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒന്നും കാണരുത്, അതിനൊരു അവസരം ഉണ്ടാക്കരുത്. അപ്പോൾ നോമ്പ് നമ്മളെ ശരീരമാണ്, ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും നോമ്പ് നോൽപ്പിക്കണം. ഒരു ലിസാനക്ക, നിന്റെ നാവിനെ നോമ്പ് നോൽപ്പിക്കണം. നാവ് കൊണ്ട് ഗീബത്ത്, പരദൂഷണം, കുറ്റപ്പെടുത്തലുകൾ, അധിക്ഷേപിക്കൽ, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുക, അതൊന്നും പാടില്ല. നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് പലരെയും സന്തോഷിപ്പിക്കുവാൻ, നമ്മുടെ നാവ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആളുകളെ വേദനിപ്പിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ നോമ്പ് വിട്ട് പ്രത്യേക കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മളുടെയൊക്കെ നോമ്പിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. എന്നിട്ടോ നമ്മൾ നോമ്പ് തോൽപ്പിക്കേണ്ടത് അനിൽ കെതുബ്, കളവൊരിക്കലും പറയരുത്. വൽ മഹാരിം, ഹറാമുകളായ കാര്യങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്, ചെയ്യരുത്, പറയരുത്. ഹറാമായ ഒരു കാര്യവും പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ നോമ്പിന് ബാധകമാണ്. എങ്കിൽ മാത്രമേ ഓരോ ദിവസത്തെ നോമ്പും അല്ലാഹു കബൂൽ ചെയ്യുകയുള്ളൂ. ഈ അവയവങ്ങളെയൊന്നും നോമ്പ് നോൽപ്പിക്കാതെ, പരിശുദ്ധമാക്കാതെ നോമ്പ് നോറ്റ മനുഷ്യന്മാർ നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വരുന്ന ഒരവസ്ഥയെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൾപ്പിച്ച സൂറത്ത് ഫുസ്സിലയിലെ ആയത്ത്. സൂറത്ത് ഫുസ്സിലയിൽ വളരെ വ്യക്തമായി ഈ അവയവങ്ങളെ നോമ്പ് നോൽപ്പിക്കാത്ത ആളുകൾ പരലോകത്ത് അങ്ങേയറ്റത്തെ പ്രതിഫലത്തിന്റെ മോഹവുമായി വന്നവരാണ്. പക്ഷേ അവരുടെ അവസ്ഥ നമുക്ക് നോക്കാം. ഖുർആൻ പറയുകയാണ്, വയൗമ യുഹ്ശറു, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം. ഇത് ഞാൻ ഇങ്ങനെ അർത്ഥം പറയുന്നതിനാലോ, ഞാൻ ഖുത്ബ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂറത്ത് ഫുസ്സിലെടുത്ത് നോക്കാം. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സൂറത്ത് ഫുസ്സിലെ 19-20 ആയത്താണ് ഞാൻ ഓതി കേൾപ്പിക്കുന്നത്. സൂറത്ത് ഫുസ്സിലയിലെ 19-20. അപ്പൊ നിങ്ങൾക്ക് ജുമാ കഴിഞ്ഞാൽ ഖുർആൻ എടുത്ത് നോക്കാം. അപ്പൊ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കേണ്ട കാലം, ദിക്റുകൾ വർദ്ധിപ്പിക്കേണ്ട കാലം. പക്ഷേ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ പോലും ഒരു പേജ് പോലും ഓതാത്ത നിർഭാഗ്യവാന്മാർ മുസ്ലിങ്ങളുടെ കൂടെയുണ്ട്, ആണിലും പെണ്ണിലും. ഒരു പേജ് പോലും. നേരെ മറിച്ച് സലഫു സാലിഹികളായ നമ്മുടെ മുൻഗാമികളായ ഇമാം അബൂ ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ പറ്റി പരാമർശിക്കുന്നത്, യഖ്തിമുൽ ഖുർആൻ, അദ്ദേഹം ഖുർആൻ ഖത്ം ചെയ്യും, പൂർണ്ണമായി ഓതി തീർക്കും. റമളാൻ അല്ലാത്ത മാസങ്ങളിൽ ഫി സബീൻ, 7 ദിവസം കൊണ്ട് ഖുർആൻ ഒരു പ്രാവശ്യം ഓതും മുൻഗാമികളായ ആളുകൾ. റമളാനിലോ ഫി സലാസ്, 3 ദിവസം കൊണ്ട് ഒരു ഖുർആൻ മുഴുവൻ ഓതി. ആരാണവർ? നമ്മൾ ഖുർആൻ ഒരു പേജ് പോലും ഓതാത്തവരാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, അതോടൊപ്പം പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. നമുക്ക് നോക്കാം. എല്ലാ അവയവങ്ങളെയും നോമ്പ് നോൽപ്പിക്കാൻ കഴിയാതെ കുറെ നോമ്പ് നോറ്റ് പരലോകത്തെത്തിയാൽ യൗമ യുഹ്ശറു അഅദാഉല്ല, അള്ളാഹുവിന്റെ ശത്രുക്കൾ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. ആരാ അള്ളാഹിന്റെ ശത്രുക്കൾ? അള്ളാഹുവിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഒന്ന് തമ്മാടികൾ. ആരാ തമ്മാടികൾ? കള്ളുടിയന്മാരുണ്ട്, പെണ്ണുടിയന്മാരുണ്ട്, ചീട്ടുകളിയന്മാരുണ്ട്, അല്ലെ, കൊലപാതകികളുണ്ട്. ഇവരൊക്കെ തമ്മാടികൾ തന്നെ. പക്ഷെ ഖുർആനിൽ അല്ലാഹു ഒരു തമ്മാടിയെ പറഞ്ഞിട്ടുണ്ട്. അതാരാറിയോ? രക്തബന്ധം മുറിക്കുന്നവർ. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ രക്തബന്ധം മുറിക്കുന്നവർ തമ്മാടികളാണ്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ എന്നാണ് അല്ലാഹു പറഞ്ഞത്. അല്ലദീന യൻഖുലൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, ബന്ധം ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങൾ മുറിക്കുകയും യഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർള്, അങ്ങനെ അതുവഴി ഭൂമിയിൽ കുഴപ്പമുണ്ടാവുകയും ചെയ്യും. അവരാണ് തമ്മാടികൾ. ഖുർആൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ തമ്മാടികളായ ആളുകൾ മുനാഫിക്കുകൾ. അതാരാ? മുനാഫിക്കുകൾ നോമ്പ് നോൽക്കും, പക്ഷെ കണ്ണിനെയോ കാതിനെയോ ഒന്നും നോമ്പ് തോൽപ്പിക്കൂല, നാവിനെയും നോമ്പ് തോൽപ്പിക്കൂല. അവര് കുറെ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, പക്ഷെ അതൊന്നും അള്ളാഹ് കബൂൽ ചെയ്യാത്ത കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ പേരാണ് മുനാഫിക്ക്. അപ്പം അള്ളാഹിന്റെ ശത്രുക്കൾ ആരാന്ന് ചോദിച്ചാൽ 1 തമ്മാടികൾ, 2 മുനാഫിക്കുകൾ, 3 കാഫറുകൾ, 4
മുശ്രിക്കുകൾ, ഇവരെല്ലാം അള്ളാന്റെ ശത്രു. ഇതിൽ പേരിൽപ്പെടും ഞാനും നിങ്ങളൊക്കെ. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കാരണം അള്ളാന്റെ ശത്രുക്കൾ അള്ളാഹു പരലോകത്ത് ഒരുമിച്ച് കൂട്ടാണ്. യൗമ യൂശറു അഅദാഉല്ല, അള്ളാന്റെ ശത്രുക്കളെ ഒരുമിച്ച് കൂട്ടപ്പെടും ദിവസം. എങ്ങോട്ടേക്ക്? ഇലന്നാർ, നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടാണ്. ഫഹും യൂസൗൻ, നരകത്തിലേക്ക് അവരെ തെളിച്ചു കൊണ്ടുപോകും. അള്ളാഹ് കൂട്ടമായിട്ട് ആളുകളെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഹത്തായിദാ മാ ജാവുഹ, അവരെ അവിടെ എത്തുമ്പോൾ, നരകത്തിന്റെ മുമ്പിൽ അവരെത്തുമ്പോൾ, ഷഹിദ അലൈഹിം സംഉഹും, ഇതാകട്ടോ നോമ്പ് സംഇനെ നോൽപ്പിക്കാത്ത ആളുകളുടെ ഷഹിദ അലൈഹിം സംഉഹും, അവരുടെ കേൾവി അവർക്കെതിരിൽ സാക്ഷി പറയും. പടച്ചോനെ, നീ ഇഷ്ടപ്പെടാത്ത ഹറാമുകൾ കേട്ടവൻ കാതാണിത് എന്ന് നരകത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ നമ്മുടെ കാത് അള്ളാഹിനോട് സാക്ഷി പറയും. അബ്സാറുഹും, നമ്മുടെ കണ്ണുകളും അള്ളാഹ് നമുക്കെതിരിൽ സാക്ഷി പറയും പരലോകത്തിന്. ജുലൂദും, നമ്മുടെ ശരീരം, നമ്മുടെ സ്കിന്ന്, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അപകടപ്പെടുത്തിയ, നമ്മളെ അഹങ്കാരിയാക്കിയത് നമ്മുടെ സ്കിന്നാണ്. അത് നാളെ അള്ളാഹിനോട് സാക്ഷി പറയും. ഒരല്പം സ്കിന്ന് സൂപ്പർ സ്കിന്നായാൽ ആ ആൾക്ക് അഹങ്കാരം ഉണ്ടാവും, അല്ലേ? വലിയ സ്കിന്നൊക്കെ വളരെ സൂപ്പർ സ്കിന്നായ ആളുകൾ പൊതുവെ അഹങ്കാരികൾ, ആണായാലും പെണ്ണായാലും. വെറുതെ കണ്ണാടി നോക്കി വെറുതെ ചിരിക്കും. ഒരഹങ്കാരം അവർക്ക് കൂടുതലാണ്. അതുകൊണ്ടാണ് അവരുടെ തൊലിയും, കാരണം ഒരു നശിക്കാണ്ടായ കാരണം ഒരു തൊലിയാണ്. വേറെ എല്ലാവർക്കും ഉള്ളത് പോലെ തന്നെ അവർക്കുള്ളത്. പക്ഷെ ലേശം സ്കിന്ന് ഉഷാറായാൽ, സ്കിന്ന് സൂപ്പറായാൽ വളരെ അപകടമാണ്, ആണായാലും പെണ്ണായാലും, അല്ലേ? പക്ഷെ നല്ല മനുഷ്യന്മാരെന്താ പറയാ? അള്ളാഹിനോട് പ്രാർത്ഥിക്കും, പടച്ചോനെ എന്റെ ഹസ്സിൻ, പടച്ചോനെ നീ നന്നാക്കി തന്നു, അഹ്സന ഹൽക്കി, എന്റെ സൃഷ്ടി രൂപം നന്നാക്കി തന്നിരിക്കുന്നു, എന്റെ രൂപം, എന്റെ ശരീരം, എന്റെ സ്കിന്നൊക്കെ. അതുപോലെ ഹസ്സിൻ, നീ നന്നാക്കി തരണം. കമാ ഹസ്സൻ തഹുൽക്കി, എന്റെ സ്വഭാവവും നീ അതുപോലെ നന്നാക്കണം. സ്വഭാവം നന്നാക്കേണ്ട, നല്ല സ്കിന്നൊക്കെ കിട്ടിയ ആൾക്കാരെ നല്ല സ്വഭാവം കാണിക്കേണ്ടത്. പകരം സൂപ്പർ സ്കിന്നുള്ള ആൾക്കാരൊക്കെ അഹങ്കാരികളാണ് പൊതുവെ, അല്ലേ? നമ്മൾ ഭൗതിക ലോകത്ത് പോലും കാണുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറയുന്നില്ല. ഇപ്പം ആസിറ്റീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ട്, അല്ലേ? വെളുത്ത ശരീരമുള്ള ആളുകൾ, കലാരംഗത്ത് പോലും അത്തരം അപകടങ്ങളുണ്ട്, അല്ലേ? ലേശം തൊലി വെളുത്തു പോയാൽ കറുത്ത ആളുകളെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന സാംസ്കാരിക നായകന്മാർ വരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത്. അപ്പോ പരലോകത്ത് ചെല്ലുമ്പോൾ എന്തൊക്കെ നമുക്ക് ഇതിൽ സാക്ഷി പറഞ്ഞത്? ഒന്ന്, നമ്മളുടെ കേൾവി, അബ്സാർ, നമ്മളുടെ കണ്ണുകൾ, ജുലൂദും, നമ്മളുടെ സ്കിന്ന്. എന്താ സാക്ഷി വെച്ചത്? ബിമാ കാനൂ യഅ്മലൂൻ, മരണം വരെ ഭൂമിയിൽ വെച്ച് ചെയ്ത അള്ളാഹുവിന് ഇഷ്ടപ്പെടാതെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നാളെ നമ്മുടെ കണ്ണും നമ്മുടെ സംഉം നമ്മുടെ സ്കിന്നും അള്ളാഹിനോട് സാക്ഷി പറയും, സംസാരിക്കും. നമ്മുടെ ശരീരത്തിലുള്ള കാലത്ത് ഒരിക്കലും ഒരു ഈ അവയവങ്ങൾ സംസാരിച്ചില്ലല്ലോ. നമ്മൾ മരിക്കുന്നവരെ നമ്മളുടെ കണ്ണ് നമ്മളോട് സംസാരിച്ചില്ല, നമ്മുടെ കേൾവി നമ്മളോട് സംസാരിച്ചില്ല, നമ്മുടെ സ്കിൻ സംസാരിച്ചില്ല. പക്ഷെ പരലോകത്തെത്തുമ്പോൾ ഇതെല്ലാം സംസാരിക്കും. അപ്പൊ നമ്മളെ അവയവങ്ങളോട് തന്നെ നമ്മൾ ചോദിക്കും. അല്ല പറയാം, വഖാലൂലി ജുലൂദിഹിം, അവരവരുടെ സ്കിന്നിനോടും അവരുടെ കാഴ്ചകളോടും അവരുടെ സമയനോടും ചോദിക്കും, ലിമ്മ ഷഹിത്തും അലൈന, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് എനിക്കെതിൽ സാക്ഷി പറഞ്ഞത്? ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും വിളിച്ചു പറഞ്ഞ എന്തിനാ എന്ന് നമ്മളുടെ അവയവങ്ങളോട് ചോദിക്കുമ്പോൾ കാലു, അവയവങ്ങൾ പറയും, അൻതഖനല്ലാ അല്ലദീ അൻതഖ കുല്ല ശൈ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച റബ്ബ് ഇതാ ഞങ്ങളെ സംസാരിപ്പിച്ചതാണ്. ഞങ്ങൾ സ്വന്തം പറഞ്ഞതല്ല, അള്ളാഹു സംസാരിപ്പിച്ചതാണ്. നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ കാതും നിങ്ങളുടെ സ്കിന്നും ഒക്കെ ഇപ്പൊ പരലോകത്ത് വെച്ച് നിങ്ങൾ ചെയ്ത എല്ലാ കുറ്റങ്ങളും വിളിച്ചു പറഞ്ഞ് സാക്ഷി പറഞ്ഞത് ഞങ്ങൾ സ്വന്തം ചെയ്തതല്ല. അൻതഖനല്ലാ, അള്ളാഹു സംസാരിപ്പിച്ചു. അല്ലദീ അൻതഖ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച റബ്ബ് തന്നെയാണ് ഞങ്ങളെയും സംസാരിപ്പിച്ചത് കേട്ടോ. എന്നിട്ട് അവർ പറയാം, വഹുവ ഖലഖക്കും അവ്വല മറ, ഈ തെറ്റുകളും കുറ്റങ്ങളും ഒന്നും ഇല്ലാത്ത വിധം നിങ്ങളെ ആദ്യമായി സൃഷ്ടിച്ചാരാ? അള്ളാഹു അല്ലേ? ഇവിടെ ഭൂമിയിൽ പിറന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തെറ്റിയില്ല ഉണ്ടോ? ഒരു പിഞ്ചു പൈതൽ തെറ്റിയിട്ടുണ്ടോ? കണ്ണുകൊണ്ട്? കേൾവി കൊണ്ടുണ്ടോ? ഇല്ല. സംസാരം കൊണ്ടുണ്ടോ? നാവ് കൊണ്ടുണ്ടോ? ഒന്നുമില്ല. അവനല്ലേ നിങ്ങൾ ആദ്യമായി ശ്രദ്ധിച്ചത്. വഇലൈഹി തുർജഊൻ, അവൻ തന്നെയാണ് നിങ്ങളെ മടക്കിയിരിക്കുന്നത് ഇങ്ങോട്ടേക്ക്. അതുകൊണ്ട് ഞങ്ങളല്ല കുറ്റക്കാർ. അതുകൊണ്ട് എന്ത് വേണം? ഈ റമളാനിലെ നോമ്പ് കൊണ്ട് നമ്മളുടെ നാവിനെയും നമ്മളുടെ അവയവങ്ങളെ ഓരോ അവയവങ്ങളെയും നമ്മൾ ശുദ്ധീകരിക്കുക.
അല്ലാത്ത നോമ്പ് കൊണ്ട് ഒരു പ്രതിഫലവും ഉണ്ടാവുകയില്ല എന്ന് ബോധ്യപ്പെടുക. എന്നിട്ട് ഈ റമദാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഈ നിലക്ക് നമ്മുടെ കണ്ണും കാതും കരളും നമ്മുടെ സ്കിന്നുമൊക്കെ നമുക്ക് അനുഗുണമായി നാളെ പരലോകത്ത് സാക്ഷി പറയാൻ വിധം നമ്മൾ ജീവിച്ച് പരിശീലിക്കുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ വളരെയധികം പ്രതിഫലം കിട്ടാവുന്ന ഒരുപാട് അനുഗ്രഹീതമായ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഒന്നെന്താ, കൂടുതൽ പ്രാർത്ഥിക്കുക. ഈ നോമ്പൊക്കെ തുറന്ന് കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, അതുപോലെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്താ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ പറയാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഖുൽ നബിയെ ആ മനുഷ്യ സമൂഹത്തോട് പറയാ. എന്താ പറയേണ്ടത്? മാ യഅ്ബുബിക്കും റബ്ബി, എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കൂല. ലൗലാ ദുആഉക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ. അപ്പൊ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ അമലൊന്നും അല്ലാഹു എടുക്കൂല. അപ്പൊ പ്രാർത്ഥന, ഈ അമലിനോടൊപ്പം പ്രാർത്ഥന വേണം അല്ലേ. നമുക്ക് എല്ലാ കർമ്മങ്ങളും ഇസ്ലാമിനെ സംബന്ധിച്ച് ഓതുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബാലയം പടുത്തുയർത്തിയപ്പോൾ അവരെന്താ ചെയ്തത്? പ്രാർത്ഥിക്കുന്നത് എന്ത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. ആ പ്രാർത്ഥന വേണ്ട. അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരമലും അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹുക്ക് ആവശ്യമില്ല. മാ യഅ്ബുബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, സൂറത്ത് ഫുർഖാനിലെ അവസാനത്തെ ആയത്താണ്. മാ യഅ്ബുബിക്കും റബ്ബി ലൗലാ ദുആഉക്കും ഫഖദ് കദ്ദബ്തും, നിങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജീവിച്ചത്, പ്രാർത്ഥിച്ചില്ല. എന്നാലോ ഫസൗഫ യകൂനു ലിസാമാ, പ്രാർത്ഥനയില്ലാതെ മരിച്ചു പിരിഞ്ഞ മനുഷ്യനെയും അല്ലാഹു ശിക്ഷയിലൂടെ പിടികൂടും കേട്ടോ. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് നരകമോചനത്തിന് വേണ്ടിയാണ്. അപ്പൊ പ്രാർത്ഥിക്കേണ്ട പല കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രാർത്ഥനകൾ നമുക്കൊന്ന് കേൾക്കാം. റസൂലുള്ള പ്രാർത്ഥന നോക്കുമ്പോൾ നമ്മളാണെങ്കിൽ എന്താ പ്രാർത്ഥിക്കുക? ഏറ്റവും കൂടുതൽ ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്താ? പഠിച്ചവനെ ആരോഗ്യം തരണം അല്ലേ, നല്ലോണം സാമ്പത്തികമായ ഭദ്രത വേണം, പിന്നെ നല്ല വീടും വാഹനവും സൗകര്യങ്ങളൊക്കെ വേണം അല്ലേ, പിന്നെ നമ്മളെ ഭാര്യ നന്നാവണം, നമ്മളെ മക്കൾ നന്നാവണം, നമ്മൾ ശാരീരികമായി നന്നാവണം. പക്ഷെ നമ്മൾ എങ്ങനെ വേണ്ട? പരലോകത്തേക്ക് വേണ്ടി നന്നാവണ്ട. അത് നമ്മൾ പ്രാർത്ഥിക്കാറില്ല ഉണ്ടോ. പക്ഷെ റസൂലുള്ള പ്രാർത്ഥിച്ചത് നോക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമ. ഒന്ന് ഒറ്റ പ്രാവശ്യം നിങ്ങൾ വേറെ നോക്കിന്റെ കൂടെ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിങ്ങൾക്ക് നാവോട്ട് മന്ത്രിക്കാലോ ഈ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമ, പടച്ചോനെ നിർദോഷമായ ഒരു കുറ്റവും പാപവും ഇല്ലാത്തൊരു മനസ്സ് നീ ഞങ്ങൾക്ക് തരണേ. റസൂലുള്ള പ്രാർത്ഥിക്കുക. ലോകത്തിന്റെ ഗുരുനാഥനായി വന്ന അഷ്റഫുൽ ഖൽഖ് എന്ന് നമ്മൾ സൃഷ്ടികളിൽ ഏറ്റവും വിശിഷ്ടനായ റസൂലുള്ള പ്രാർത്ഥിക്കുകയാണ്, പടച്ചോൻ എൻ്റെ കൽബ് നീ സലീമാക്കി തരണം. ആരോടും പകയില്ലാത്ത, വക്രതയില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത മനസ്സ് പടച്ചോനെ എനിക്ക് നീ തരണം. ഇവിടെയാണ് ശുദ്ധിയാവേണ്ടത്. നോമ്പ് കൊണ്ടായാലും നാവ് ശുദ്ധൊക്കെ നന്നാവുമ്പോൾ ഇവിടെ നന്നാവും കൽബ്. അപ്പൊ അതിന്റെ വേർക്കണം. എന്താ ഇപ്പൊ നമ്മൾ വേറുന്നത്? ഒന്ന് വേറെ നോക്കി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, നിങ്ങളെ നാവുകൊണ്ട് നിങ്ങൾ പറയുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമ വ ലിസാനൻ സാദിക, സത്യം പറയുന്നത് നാവേ. സത്യത്തിന് വേണ്ടി അള്ളാഹു അയക്കപ്പെട്ട പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ ഞാൻ നിന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലിസാനൻ സാദിക, സത്യസന്ധമായൊരു നാവ്, ഒരിക്കലും കളവ് പറയാത്ത, ഒരിക്കലും നാവ് കൊണ്ട് ആരെയും വേദനിപ്പിക്കാത്ത സത്യസന്ധമായൊരു നാവ് എനിക്ക് തരണം. തീർന്നില്ല. അല്ലാഹുമ്മ നഖി കൽബി, പടച്ചോനെ എന്റെ കൽബിനെ നീ ശുദ്ധീകരിക്കണം. കമാ നഖൈത സൗബൽ അബിയള മിനദ്ദനസ്, അഴുക്കിൽ നിന്ന് വെളുത്ത വസ്ത്രം ശുദ്ധീകരിക്കുന്നത് പോലെ എന്റെ കൽബ് ശുദ്ധിയാക്കണം. എന്താ കാരണം? കൽബ് എപ്പോഴും ഖുർആൻ പറഞ്ഞ പോലെ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, ദുനിയാവിൽ വെച്ച് തമ്മാടിത്തങ്ങൾ ഇങ്ങനെ കൂടുതൽ ചെയ്തിട്ട് ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ മനസ്സ് മുഴുവൻ കറ വരണ്ടിട്ടുണ്ട്. മുസ്ലിംകളുടേത് മാത്രമല്ല, ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ പരിശുദ്ധമായ മനസ്സ് മുഴുവനും കറ വരണ്ടിട്ടുണ്ട്. ആ കറ നീക്കിക്കളയാൻ പടച്ചവനോട് പ്രാർത്ഥിക്കണം. നോമ്പ് നോറ്റ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് എന്താ നമ്മൾ ചോദിച്ചത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമൻ അല്ലെ, ശുദ്ധമായ, അവരോട് പകയും വക്രതയും വിദ്വേഷവും ഒന്നുമില്ലാത്ത. ഇപ്പൊ നമ്മൾ തന്നെ നമുക്കറിയാം, ഇപ്പൊ നോമ്പ് കേൾക്കുന്ന ആളുകൾ, പള്ളിയിൽ ഇപ്പോഴുള്ള ആളുകൾ തന്നെ ഉമ്മാനോട് മിണ്ടാത്തവരുണ്ടാവും, ബാപ്പനോട് മിണ്ടാത്തവരുണ്ടാവും, ജ്യേഷ്ഠന്മാരോട് മിണ്ടാത്തവരുണ്ടാവും, പെങ്ങന്മാരോട് മിണ്ടാത്തവരുണ്ടാവും. എന്റെ മയ്യത്തിന്റെ മുഖം പോലും ഓൽക്കാർക്കും കാണിക്കേണ്ടെന്ന് പറഞ്ഞവരുണ്ടാവും. ഓലിപ്പോ നോമ്പ് കേൾക്കുന്നുണ്ട്.
ചിന്തിക്കണം, ഈ നോമ്പാർക്ക് വേണ്ടി. പലതും നമുക്ക് ന്യായം പറയാനുണ്ടാവും, അവർ ചെയ്ത തെറ്റുകൾ, അതൊക്കെ റബ്ബ് ചോദിച്ചോളൂ. അവർ നിങ്ങളോട് തെറ്റ് കണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത തെറ്റുകൾക്ക് റബ്ബിനോട് മറുപടി പറയണം. മനസ്സിലായി? അത് നിങ്ങൾ ഇവിടുന്ന് ഭൂമിയിൽ സൃഷ്ടിക്കേണ്ട. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? നക്കി കൽബി, എന്റെ കൽബിനെ ശുദ്ധമാക്കണം. ഏതുപോലെ കമാ നക്കൈത്ത സൗബല്ലാബിയളവിനസ്, പടച്ചോനെ അഴുക്കിൽ നിന്ന് വെളുത്ത വസ്ത്രം ശുദ്ധീകരിക്കുന്നത് പോലെ എന്റെ കൽബിനെ നീ ശുദ്ധീകരിക്കണം. കാരണം അല്ല അവിടെ ജനിക്കുമ്പോ തന്ന കൽബേരാ കൊല്ലു മൗലൂദിൻ യൂലതു അൽ ഫിത്രത്തിൽ, അല്ലെ? പരിശുദ്ധമായ കൽബുമായിട്ടാണ് ജനിച്ചു വീണത്. ഒരു ശത്രുവിനോടും എതിർപ്പില്ല. ഉണ്ടോ? ഒരു പൈതലിനാരോടും എതിർപ്പുണ്ടോ? അത്രയും പരിശുദ്ധമായിട്ട് അവിടെ ഭൂമിയിൽ ജനിച്ചത്. പിന്നെ സമ്പാദിക്കാനുള്ള മോഹം കൊണ്ട്, നമ്മളുടെ മോഹങ്ങൾ തീർക്കാനുള്ള മോഹം കൊണ്ട് തമ്മാടിത്തത്തിലൂടെ ജീവിച്ചപ്പോഴാണ് കൽബ് മോശമായത്, അല്ലെ? അതുകൊണ്ടാണ് ആ കൽബും മരിക്കുന്നതിന്റെ മുമ്പ് ചോദിച്ചോളി. അള്ളാഹുവിന്റെ റസൂലാ ചോദിച്ചത് എന്ത്? അല്ലാഹുമ്മ നഖി കൽബി, എന്റെ കൽബിനെ ശുദ്ധീകരിക്കണേ. എങ്ങനെ? കമാ നഖൈത സൗബൽ അബിയള മിനദ് ദനസ്, അഴുക്കിൽ നിന്ന് വെള്ളവസ്ത്രം ശുദ്ധീകരിക്കുന്ന പോലെ എന്റെ കൽബിനെ പടച്ചോനെ നീ ശുദ്ധീകരിച്ചു തരണം കേട്ടോ. എന്നിട്ടോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഈ, പടച്ചോനെ എന്റെ കാതുകൾ കൊണ്ട് നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുക. കാരണം കാതെല്ലാവർക്കും ഉള്ളതാ. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും കേൾക്കാൻ അവസരം ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് അള്ളാഹിനോട് രക്ഷ ചോദിക്കണം. എന്താ ചോദിച്ചത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഈ വമിൻ ശർരി ബസരി, എന്റെ കണ്ണുകൾ മോശമായ കാര്യങ്ങൾ കാണുക. ഇപ്പൊ ഒരു ഭംഗിയുള്ള പെണ്ണെ കണ്ടാൽ നിങ്ങൾ നോക്കൂ, നോമ്പ് പറ്റാറിയും, അല്ലെ? നോമ്പ് പോയിട്ടുണ്ടാവും. ഒരു ഭംഗിയുള്ള പെണ്ണ് നിങ്ങൾക്ക് ഭംഗിയുള്ളതായി തോന്നിയാൽ എന്താ ഭംഗിയുടെ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞതാ, തൊലിവെളുപ്പ്, അല്ലെ? അല്ലാണ്ട് വേറെന്താ? ബാക്കി എല്ലാവർക്കും ഒന്നാണുള്ളത്, അല്ലെ? നമ്മൾ സാധാരണ പറയാറുണ്ട്, എൻ്റെ ഒരു പ്രയോഗം എന്താ വെച്ചാൽ എല്ലാം 800 കാറാണ്, പെയിന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. അതാണ് പെണ്ണ്. അത് തന്നെയാണ് കേട്ടോ. ആർക്കും വ്യത്യാസമില്ല. ചിലപ്പോൾ പൂച്ചക്കണ്ണാവും, ചിലർക്ക് ഉണ്ട കണ്ണായിരിക്കും, ചിലർക്ക് നീണ്ട കണ്ണായിരിക്കും, ചിലർക്ക് മൂക്ക് പരന്നായിരിക്കും, ചിലത് മൂക്ക് പറ്റിയതായിരിക്കും, ചിലത് ചുരുളമുടിയായിരിക്കും, ചിലത് നീളമുടിയായിരിക്കും. ഇപ്പൊ പിന്നെ മുടി ഏതാണ്ട് തിരിയാണ്ട കോലത്തിൽ എളുപ്പം നടക്കുന്നത്. ചുരുണ്ടതാണോ ഉണ്ടതാണെന്നൊന്നും ആർക്കും അറിയില്ല. ഇപ്പൊ സ്പൈക്ക, അല്ലെ? അതായത് ഈ നമ്മളുടെ ചെങ്കോട്ട പോലെ കൊടിയുയർത്തിയ മയ്യ, അല്ലെ? ഇവിടെ കൽബ് ശുദ്ധിയാക്കണില്ല, മുടി ശുദ്ധിയാക്കണില്ല പണി. ബാപ്പക്കും പുതിയ തന്നെ മോനായിട്ട് പോവുക ബാർബർ ഷോപ്പിലേക്ക്. മോൻ പറഞ്ഞതല്ല ഇന്നങ്ങനെ ആക്കണമെന്ന്. മോള് പോവുക ബ്യൂട്ടീഷ്യൻ പാർലറിൽ ചുണ്ട് ചോപ്പിക്കാൻ. ചുണ്ട് ചോപ്പിക്കാത്ത പെൺകുട്ടികൾ ഇപ്പൊ നാട്ടിലില്ല. ഉണ്ടോ? ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ടാവും. ഇതൊക്കെ ആർക്ക് വേണോ നിസ്കാരം, ആർക്ക് വേണോ നോമ്പ്? പരിശുദ്ധമായ ശരീരവുമായി നടക്ക്. നിന്നെ കാണാൻ കൗതുകം ഉണ്ടാക്കേണ്ട അള്ളാക്ക, പിന്നെ എന്റെ ഭർത്താവിനാ. എന്തിനധികം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാസനദ്രവ്യം ഉപയോഗിക്കുന്ന പെണ്ണാരാ? വ്യഭിചാരിണിയാണ്. എത്ര മുസ്ലിം പെണ്ണുങ്ങളാണ്, ഇല്ലേ? ചിലപ്പോൾ നമ്മളെ പെങ്ങളായിരിക്കും, നമ്മളെ അമ്മ ആയിരിക്കും, നമ്മളെ ഭാര്യയായിരിക്കും. നമ്മൾ തന്നെ പറയാം, വായന്റെ ദുർഗന്ധമൊക്കെ ഞാൻ പറയാം, അതില്ലാണ്ടൊക്കെയാണെന്നപ്പം പറയാം, അല്ലേ? നിങ്ങൾക്ക് വാസനദ്രവ്യങ്ങൾ ഉപയോഗിക്കുക പെണ്ണിന് ആരുടെ മുമ്പിൽ? ഭർത്താവിന്റെ മുമ്പിൽ, അല്ലെ? റൂമിൽ അവിടെ ഇല്ലാനും. പുറത്തേക്ക് ഇറങ്ങുമ്പോ കണ്ട ആണുങ്ങൾക്ക് മുഴുവൻ ജലദോഷം ബാധിക്കുന്ന രൂപത്തിലാണ് നടക്കുക. എന്തിനാ അതിന്റെ ആവശ്യം? ഇവർക്കൊന്നും എന്തില്ല. ഈ നോമ്പ് വന്നാൽ, റമദാൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഖുർആൻ ഓതും, പിന്നെ എവിടെയും ഖുർആൻ ക്ലാസിന്റെ അവിടെ പോയി കുത്തിരിക്കും, പിന്നെ കുറച്ച് ഖിയാമുൽ നടത്തും, ചിലവര് തഹജ്ജുദ് തുടങ്ങും. റമദാൻ കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞ് പിന്നെ മൂപ്പര് പഴയത് തന്നെ. ഒരു മാറ്റവും ഇല്ലാണ്ട്. അങ്ങനെ ആവരുത്, സൂക്ഷിക്കുക. കാരണം എന്താ? ജീവിതം ഒരു ചെറിയ സമയമല്ല തന്നിട്ടുള്ളൂ. അത് ടൈം കഴിഞ്ഞാൽ അല്ല കൊണ്ടുപോകും. ഇപ്പൊ അതിന്റെ മുമ്പ് ശ്രദ്ധിച്ചോളി. ഇപ്പൊ റസൂലുള്ള പറയാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ പറഞ്ഞൊക്കെ നിങ്ങളുടെ മനസ്സ് ശുദ്ധാക്കാൻ, അല്ലെ? പിന്നെ കാത് ശുദ്ധമാക്കാൻ, അള്ളാഹുവോട് കണ്ണ് ശുദ്ധമാക്കാൻ. ഒമിൻ ശർരി മനിയി, എന്റെ ലൈംഗിക അവയവങ്ങൾ പടച്ചോനെ ശുദ്ധിയാക്കി തരണം. ലൈംഗിക അവയവം ശുദ്ധിയാക്കി തരണം. ലൈംഗിക അവയവം അശുദ്ധമാക്കേണ്ടത് എങ്ങനെയെന്ന് ഇപ്പൊ ആലോചിച്ച് നടക്കണമല്ലോ നമ്മള്. ഇപ്പൊ റമദാനായിട്ട് നോമ്പ് പോയിട്ട് കുടുങ്ങി കുത്തിരിക്കുക തരുമല്ലോ. റസൂലിനെ പ്രാർത്ഥിക്കും. ഇത് പ്രാർത്ഥിച്ചതാരാ? റസൂലിനെ. എന്താ പ്രാർത്ഥിച്ചത്? ഒന്നും ശരി മനിയി,
അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മനിയി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മനിയി, എന്റെ ലൈംഗിക അവയവത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അല്ലാഹുവേ നിന്നോട് രക്ഷ ചോദിക്കുക. എന്താ കാരണം? ജനനേന്ദ്രിയൊക്കെ ഉണ്ടല്ലോ, നാവും ജനനേന്ദ്രിയും ഉണ്ടല്ലോ, നമ്മളെ നരകത്തിലേക്ക് വലിച്ചെറിയും. ഒരു കാരണവശാലും സ്വർഗത്തെത്താൻ കഴിയില്ല, അത് രണ്ടും സൂക്ഷിച്ചില്ലേ കേട്ടോ. അപ്പൊ അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞെന്താ, മൻ യലുമനുലി മാ ബൈന ലിഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അലുമനുലുൽ ജന്ന, രണ്ട് താടകൾക്കിടയിലുള്ള നാവിനെയും വമാ ബൈന റിജ്ലൈഹി രണ്ട് കാലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയത്തെയും സൂക്ഷിക്കാമെന്ന് എനിക്ക് നിങ്ങൾ ഉറപ്പ് തരികയാണെങ്കിൽ അലുമനുലുൽ ജന്ന, സ്വർഗത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. കാരണം അത്രയും പ്രയാസമുള്ള ഒരു സാധനം സൂക്ഷിക്കാൻ. അത് രണ്ടും എത്ര ഞാൻ മുണ്ടൂരാറിഞ്ഞാലും മുണ്ടിപ്പോവും അല്ലേ, എത്ര ഞാൻ നാവിനെ സൂക്ഷിക്കാറിഞ്ഞാലും സൂക്ഷിക്കാൻ കഴിയില്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അത് പറയാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നേരെ മറിച്ച് സ്വന്തം കുറ്റം, നിന്റെ തന്നെ കുറ്റമുണ്ട്, അത് കണ്ടാൽ പറയണമെന്ന് ആരും പറയില്ല. പറയോ? ഓന് കുറ്റമുണ്ട്, ഓനിങ്ങനെയുണ്ട്, ഇവനിങ്ങനെയാണ്, മറ്റോ, അത് നമുക്കൊരു തമാശയായിട്ടേ നമ്മൾ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമാശക്ക് പോലും ഒരു കളവ് റസൂലുള്ള പറയില്ല. അത്ര മനോഹരമായ നാവ. ആ റസൂലാണ് പ്രാർത്ഥിക്കുന്നത്, എന്റെ നാവ് ശുദ്ധിയാക്കണം, എന്റെ കൽബ് ശുദ്ധിയാക്കണം. മനസ്സിലായി? ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. എത്രത്തോളം ചിന്തിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങളോ അതൊന്നും ചോദിക്കുക. അതിനൊറ്റ വാക്കെന്താ അറിയോ റസൂല ചോദിച്ചത്? റസൂല വളരെ വലിയ ആശയം ചെറിയ പദങ്ങളിൽ ചോദിക്കല അള്ളഹാനോട്. അതിന്റെ ഒരു രൂപ അത്, അല്ലാഹുമ്മ ഹസ്സിൽ മുറാദി, പഠിച്ചവന് എന്റെ എല്ലാ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു തരണം. എന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു തരണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ ആഗ്രഹങ്ങൾക്കുമാണ് അല്ലാഹുമ്മ ഹസ്സിൽ മുറാദി, അള്ളാഹുവെ നീ ഇഷ്ടപ്പെടുന്ന എല്ലാ ആഗ്രഹങ്ങളും നീ എനിക്ക് പൂർത്തീകരിച്ചു. പറയാൻ വല്ല പണിയുണ്ടോ? അല്ലാഹുമ്മ ഹസ്സിൽ മുറാദി, അല്ലാഹുമ്മ ഹസ്സിൽ മുറാദി പറഞ്ഞൂടെ? നിസ്കരിച്ചെന്ന് പറഞ്ഞൂടെ? പ്രാർത്ഥന വർദ്ധിപ്പിക്കുക കേട്ടോ. പിന്നെ അല്ലാഹുമ്മ അജിർനി മിൻ ഖിസി ദുനിയ, പഠിച്ചോനെ ദുനിയാവിൽ വഷളാകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. അല്ലാഹുമ്മ ഇന്നി അജിർനി, ഞാൻ രക്ഷ ചോദിക്കുകയാണ്, മിൻ ഖിസി ദുനിയ, ദുനിയാവിന്റെ വഷളത്വത്തിൽ നിന്ന്, ദുനിയാവിൽ വഷളാകുന്നതിൽ നിന്ന് അള്ളഹാനോട് രക്ഷ ചോദിക്കണം. ചിലപ്പോൾ പൈസ വാങ്ങിയിട്ട് കൊടുക്കാൻ കഴിയാൻ വന്നാൽ വഷളാവില്ലേ? അല്ലേ? ചിലപ്പോൾ കൊടുക്കാൻ പറഞ്ഞ സമയത്ത് കൊടുക്കാൻ കഴിയാഞ്ഞാൽ വഷളാവില്ലേ? അല്ലേ? പിന്നെ ആരോഗ്യമുള്ള സമയത്ത് പെട്ടെന്ന് വാങ്ങിയതിനു ശേഷം ആരോഗ്യം പോയി, അപ്പോഴും വഷളത്തിലേക്ക് പോകും. അപ്പൊ അതൊക്കെ നമ്മൾ ഒന്നിച്ച് ചോദിക്കുകയാണ്. പിന്നെ അദാബൽ ആഖിറ, പരലോകത്തെ ശിക്ഷയിൽ നിന്നും ഇതൊക്കെ ആരാ ചോദിക്കുന്നത് നിങ്ങൾ അറിയാം കേട്ടോ. നമ്മളൊക്കെ ലോകം കണ്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന് കാരുണ്യമായി അള്ളാഹു നിയോഗിച്ച പ്രവാചകന്റെ പ്രാർത്ഥനയാണ് നിങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരു പ്രാർത്ഥനയും കൂടി ഈ സമയത്ത് തന്നെ പറയുകയാണ്. ഒരു പ്രാർത്ഥനയും കൂടി. ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നവരായിരിക്കും മിക്കവാറും ആളുകൾ. എന്താ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു പ്രാർത്ഥനയാണ് റസൂലുള്ളാഹിന്റെ. അതിന് ഈ ഹദീസിന്റെ ലോകത്ത് ഹദീസിന്റെ മുഹദ്ദിസുകൾ ഈ ഹദീസിന് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. അല്ലേ? എന്താണ്? അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എന്റെ രക്ഷിതാവ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ആരാധ്യനുമില്ല. നീ ആരാണ്? അൻത റബ്ബി, നീ അള്ളാഹുവിനോട് പറയാണ് അല്ലാഹുമ്മ അൻത റബ്ബി. ഒന്ന് പറഞ്ഞു നോക്കി, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. പഠിച്ചോനെ, ഉടമയല്ല. എല്ലാ അഹങ്കാരം പോയി. ഞാൻ നിന്റെ അടിമയാണ്. അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു, പഠിച്ചോനെ കഴിയും പ്രകാരം നിന്റെ കൽപ്പനകളും നിന്റെ വ്യവസ്ഥകളും നിന്റെ നിയമങ്ങളും അനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ട്. വഅന, ഞാൻ അലാ അഹ്ദിക വവഅദിക മസ്തതഅതു ആണ് എനിക്ക് കഴിയുന്ന പ്രകാരം. ഓരോരുത്തരും ഒരു കഴിവുണ്ട്. ആ കഴിയുന്ന പ്രകാരം അല്ലാഹുവേ നിന്റെ താല്പര്യമനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഇനിയാണ് പ്രാർത്ഥന. അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, മിൻ ശർരി മാ സനഅതു, ഞാൻ ഈ നാള് വരെ ചെയ്ത എല്ലാ തിന്മകളിൽ നിന്നും, ഞാൻ എന്തെല്ലാം തിന്മകൾ ചെയ്തോ, അഊദു ബിക മിൻ ശർരി മാ സനഅതു. ഇതൊക്കെ വളരെ എളുപ്പമാണ്. അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിദൻബി, പഠിച്ചോനെ ഞാൻ ഇതുവരെ ചെയ്ത തെറ്റെല്ലാം നിന്റെ മുമ്പിൽ സമ്മതിക്കുകയാണ്. അബൂഉ ലക ബിദൻബി, എന്റെ ദൻബുകൾ, എന്റെ കുറ്റങ്ങൾ ഞാൻ നിന്നോട് സമ്മതിക്കുകയാണ്. നമ്മളൊക്കെ കുറ്റം ചെയ്താൽ സമ്മതിക്കൂല, പക്ഷെ അള്ളാന്റെ മുമ്പിൽ സമ്മതിച്ചുകൊണ്ട് കുറ്റം ചെയ്താൽ ന്യായീകരിച്ചല്ലേ. എന്ത് തെറ്റിയതാലും എന്ത് ചെയ്യും? അതങ്ങനല്ല, അത് എനിക്കറിയില്ല, ഞാനങ്ങനെ ചെയ്യാണ്ട സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഉമ്മനോട് തെറ്റാണ്ടായ കാരണം എന്താണെന്ന് എനിക്കറിയില്ല.
ഞാൻ എൻ്റെ പെണ്ണുങ്ങളെ അടിക്കാണ്ടായ കാര്യം എനിക്കറിയില്ല, ഇതൊക്കെ പറയാം അല്ലേ. പഠിച്ചോനെ ഞാൻ എൻ്റെ എല്ലാ തെറ്റുകളും നിന്നോട് സമ്മതിക്കുകയാണ്. പിന്നെ അബൂലക ബിദൻബി, അതുകൊണ്ട് ഫഗ്ഫിർലി, പഠിച്ചോനെ എനിക്ക് നീ പുറത്തുണ്ട. ഫൈന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പഠിച്ചോനെ ലോകത്ത് പാപങ്ങൾ പൊറുക്കാൻ വേറെ ആരുമില്ല പഠിച്ചോനെ. ഉണ്ടോ ഇങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി വിതുമ്പുന്ന മനസ്സോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ റസൂല പറയാ വമൻ കാലഹ മിനൻ നഹാർ, ഈ പ്രാർത്ഥന ആരെങ്കിലും പകലിൽ നടത്തിയാൽ, പകലിൽ ഈ പ്രാർത്ഥന ആരെങ്കിലും നടത്തിയാൽ വഹുവ മുഅ്മിൻ, അവൻ സത്യവിശ്വാസിയായിക്കൊണ്ട് തികഞ്ഞ മുവഹിദായിക്കൊണ്ട് ഒരു ശിർക്കും ചെയ്യാത്ത തൗഹീദിന്റെ ഉടമസ്ഥനായിക്കൊണ്ട് ഈ പ്രാർത്ഥന പകൽ നടത്തിയാൽ ഫമാത്ത, അവൻ മരിച്ചു ഈ പ്രാർത്ഥന നടത്തിയതിനു ശേഷം. ഖബല യുംസിയ, വൈകുന്നേരമാകുന്നതിന് മുമ്പ്, രാവിലെ നടത്തി വൈകുന്നേരമാകുന്നതിന് മുമ്പ് മരിച്ചു. ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗവാസിയാണ്. ഈ പ്രാർത്ഥന നടത്തിയിട്ട് ഒരാൾ മുവഹിദായ ഒരാൾ രാവിലെ പ്രാർത്ഥന നടത്തി വൈകുന്നേരമാകും മുമ്പ് മരിച്ചു, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗവാസിയാണ്. ആലോചിച്ചുകൊണ്ട് ഒരു സ്വർഗത്തിൽ പ്രവേശിക്കാൻ എത്ര മനോഹരമായൊരു ദിക്റ റസൂൽ പഠിപ്പിക്കുന്നത് നോക്കുക. അതുപോലെ ഒമൻ കാലഹ മിനൽ ലൈൽ, ആരെങ്കിലും രാത്രി പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന, കിടക്കാൻ നേരത്ത് പ്രാർത്ഥിച്ചു, എന്നാലോ ഊഹ മൂക്കിനും ബിഹ, അദ്ദേഹം ആ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളിലും അടിയുറച്ച് മൂക്കിനാണ് ദൃഢവിശ്വാസത്തോട് പ്രാർത്ഥിച്ചാണെങ്കിൽ ഫമാത്ത, അവൻ മരിച്ചുപോയി ഖബല യുസ്ബിഹ, നേരം വെളുക്കുന്നതിന്റെ മുമ്പ്. രാത്രിയാണുള്ള പലരും മരിക്കുക, രാവിലെ ബാലിന് തട്ടി നോക്കുമ്പം ഒഫാത്തായിട്ടുണ്ട്. ഇങ്ങനെ എത്ര ആൾ ഒഫാത്തുണ്ട് അല്ലേ. അപ്പൊ ആ രാത്രി ഈ പ്രാർത്ഥന നടത്തി ഒഫാത്തായാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗവാസിയാണ്. ഈ ദിക്റുകളൊക്കെയാണ് ഇപ്പൊ ഈ റമളാനിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ നാവിനെ ശുദ്ധാക്കേണ്ടത്, കൽബിനെ ശുദ്ധാക്കേണ്ടത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം നമ്മൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് അതിനുള്ള അനുഗ്രഹം അള്ളാഹു ഈ പരിശുദ്ധ റമളാൻ കൊണ്ട് നമുക്കെല്ലാം നൽകുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുർ-റഹീമായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫൗല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. റബ്ബിൻ്റെ കോടതിയിലേക്ക് യാത്ര പോയ നമ്മുടെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ എല്ലാവരെയും അള്ളാഹു അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗപ്പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി الطيبين الطاهرين أيها الإخوان والأخوات أوصيكم ثانيا وإياي بتقوى الله. ഏറെ പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബിയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വല്ലാത്ത വാക്കുകൾ അത് കേട്ടോ. ആയിഷ ബീവിയെ റസൂലുള്ളാഹിനോട് പറയാണ്, എന്ത്, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ റസൂലുള്ളാഹി പ്രാർത്ഥിച്ച പ്രാർത്ഥന ആയിഷ ബീവിക്ക് വേണ്ടി. അപ്പം ഭർത്താവിനോട്, ഭാര്യ ഭർത്താവിനോടാണ് പറയുന്നത്. ഭർത്താവ് ആരാന്ന് നിങ്ങൾക്കറിയാലോ, റസൂലുള്ളാഹി. അപ്പം എന്താ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂൽ എന്ത് ചെയ്തു, ഫഖാല, റസൂൽ എന്ത് ചെയ്തു, അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ആയിഷ, അതാണ് നബി പ്രാർത്ഥിച്ച ആദ്യത്തെ പദം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ആയിഷ, ആയിഷക്ക് പടച്ചോനെ പുറത്തു കൊടുക്കണം. എന്തൊക്കെയാണ്, മാ സറത്ത് വമാ അലനത്ത്, അവൾ എന്തെല്ലാം പരസ്യമായി അവളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളുണ്ടോ, എന്തെല്ലാം രഹസ്യമായ തെറ്റുകളുണ്ടോ, എല്ലാം പടച്ചോനെ മാപ്പാക്കണേ. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മളോട് പലരും പറയില്ല ദുആ ചെയ്യണം, നമ്മൾ ദുആ ചെയ്യണം, നമ്മൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യണം. അപ്പോൾ വസിയത്ത് ചെയ്യുന്നതിനുള്ള രേഖ ഇത്. ആയിഷ ബീവി റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു, റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പരസ്യമായും അയലനായിട്ടും സിറായിട്ടും ചെയ്തു പോയ തെറ്റങ്ങൾ, അതുപോലെ ഒമാ അഖറത്ത് ഒമാ ഖദ്ദമത്ത്, ആയിഷ ബീവി ഇസ്ലാമിൽ നിന്ന് മറികടന്നു പോയി ചെയ്തത്, ഇസ്ലാമിലേക്ക് എത്താതെ ചെയ്തു പോയതൊക്കെ പടച്ചോനെ പുറത്തു കൊടുക്കണേ. ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എന്ത് പ്രാർത്ഥിക്കണം അറിയാനാ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇനിയോ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താ അറിയോ, നമ്മൾ നാളെ പരലോകത്തെത്തുമ്പോൾ ഈ നോമ്പ് നോറ്റ് നമ്മൾ വളരെ പ്രയാസത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ നോമ്പ് നോറ്റ് കൊണ്ടിരിക്കുന്നത്. കാലം അത്രയും ചൂടാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പള്ളിയിരിക്കുമ്പോഴുള്ള സന്തോഷം ഉണ്ടാവില്ല അല്ലേ. പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളുടെ രോമം കരിഞ്ഞു പോകും വിധമുള്ള ചൂടുണ്ട്. അത് ഇവിടെ ഇപ്പോൾ കേരളത്തിലാണ് കുറച്ച് കുറവുള്ളത്, എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ പ്രയാസമാണ്. എന്നിട്ടും നമ്മളെക്കാൾ കൂടുതൽ സമയം നോമ്പ് നിൽക്കുന്നുണ്ട്. എന്നാൽ
ഈ രാവിലെ നോമ്പ് വെച്ച് വൈകുന്നേരമാകുമ്പോഴേക്കും വായക്കാണെങ്കിൽ ഭയങ്കര ദുർഗന്ധം, ഒരാളോട് സംസാരിക്കാൻ വരാൻ നമുക്ക് മടിയായിരിക്കും അല്ലേ? റസൂലുള്ള പറയാം, ഇതാക്കാന യൗമുൽ ഖിയാമ, ഖിയാമന്നാൾ എത്തിയാൽ യഖ്റുജു സുവാമു, നോമ്പ് നോറ്റവർ പുറത്തു വരും കബറിൽ നിന്ന്, മിൻ കുബൂരിയും, അവിടെ കബറിൽ നിന്ന്. യുറഫൂന ബി റീഹി സിയാമിഹിം, അവരുടെ നോമ്പ് നോറ്റിട്ട് അവരുടെ വായയുടെ ദുർഗന്ധം ഉണ്ടല്ലോ, അത് ആ ദുർഗന്ധം സുഗന്ധമായിട്ടുണ്ടാവും, മനോഹരമായ സുഗന്ധം. അതുകൊണ്ട് അവരെ തിരിച്ചറിയുമ്പോൾ നോമ്പുകാരാണ്. കബറിന് നീട്ടി വരുമ്പോഴേ നോമ്പ് നോറ്റ ആൾക്കാർ കബറിന് പരലോകത്തേക്ക് നീട്ടി വരുമ്പോൾ അവരെ യൂറഫൂന് അവരെ തിരിച്ചറിയും. എന്താ കാരണം? ബി റീഹി സിയാമിയും, അവർ നോമ്പ് നോറ്റ ആ വായയുടെ സുഗന്ധത്താൽ. ഇപ്പോഴുള്ള ആ ദുർഗന്ധമല്ല, പകരം അള്ളാഹു പറയാണ് അഫ്വാഹും, അവരുടെ വായ അത്യവും മിൻ റീഹിൽ മിസ്ക്, കസ്തൂരിയുടെ സുഗന്ധത്തെക്കാൾ സുഗന്ധമായിരിക്കും അവരുടെ വായ. യുലക്കൗന ബിൽ മവായിദി വൽ അബാരി, അവർക്ക് ഭക്ഷണത്തളികകളും പാനപാത്രങ്ങളും പരലോകത്തിന് കൊടുക്കും. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്? നോമ്പ് നോറ്റ ആൾക്ക് പരലോകത്തിന് മഹ്ശറയിൽ അതികഠിനമായ ഭീകരമായ ഒരു ചാൻ സൂര്യന്റെ താഴെ നിൽക്കുന്ന സമയത്തെ നോമ്പുകാരായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പാനപാത്രം, കുടിക്കാനുള്ള വെള്ളവും പാത്രവും അത് നൽകുകയാണ്, പിന്നെ ഭക്ഷിക്കാനുള്ള ഭക്ഷണവും കേട്ടോ. എന്നിട്ട് ഫയുഖാൽ ലഹു, അവരോട് പറയും, ഈ നോമ്പ് നോറ്റ് കബറിന് നീട്ടി വരുന്ന അവരോട് അള്ളാഹ് പറയും, കുലു, നിങ്ങൾ തിന്നോളൂ, ഫഖദ് ജൂത്തും, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഒരുപാട് വിശന്നവരാണ്, ഒരുപാട് നിങ്ങൾ വിശന്നവരാണ് അള്ളാഹ്ക്ക് വേണ്ടി, അതുകൊണ്ട് ഇപ്പൊ തിന്നോളൂ. എവിടെ നിന്നത്? മഹ്ശറയാണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് വേണം നോമ്പ് നിൽക്കാൻ. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ഈ കയ്യിൽ നിന്ന് ഈ പാനപാത്രങ്ങളും ഈ ഭക്ഷണത്തളികയും ഏറ്റുവാങ്ങാൻ എനിക്ക് സാധിക്കണമെന്ന നീയത്തോടുകൂടിയൊക്കെ നോമ്പ് നിൽക്കുന്നു. അല്ലേ? അപ്പോ ഉശ്റബു, നിങ്ങൾ കുടിച്ചോളൂ, ഫഖദ് അതിഷ്ടും, നിങ്ങൾ ഒരുപാട് ദാഹം സഹിച്ചവരാണ്, നോമ്പ് നോറ്റ് ദാഹം സഹിച്ചവരാണ്, പട്ടിണി കിടന്ന് വിശന്നവരാണ്, അതുകൊണ്ട് ഇപ്പൊ തിന്നോളാൻ. അപ്പം മറ്റുള്ള ആളുകളുടെ അവസ്ഥ എന്താ? അള്ളാഹുവിന്റെ റസൂൽ പറയാം, വന്നാസു മുഅല്ലഖൂന ഫിൽ ഹിസാബ് ഫി അനാഇൻ വലമൈൻ, മറ്റുള്ള എല്ലാവരും വിചാരണയുടെ കടുപ്പത്തിലാണ്. നമ്മൾ ഈ വെള്ളം കഴിക്കുമ്പോൾ, നമ്മൾ തിന്നുമ്പോൾ മത്സരേന്, നോമ്പ് നോറ്റ ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നോമ്പ് നോറ്റ ആളുകൾ കുടിക്കുമ്പോൾ, മറ്റുള്ള ആളുകൾ വിചാരണയുടെ കടുപ്പത്താൽ ഫി അനായിൻ വലമൈൻ, വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് വിചാരണയ്ക്ക് കാത്തു കിടക്കുകയാണ്. ആ സമയത്താണ് നോമ്പുകാർക്ക് അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹം. ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു നൽകപ്പെടുന്ന നോമ്പുകാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, ഇതെല്ലാം പറയാൻ ഇപ്പം സമയമില്ല. എന്തായിരുന്നാലും ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഫ്ളല ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ ദാസന്മാരിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ യൗമുൽ ഖിയാമ, ഖിയാമനാളിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ ആരാ? അൽ ഹമ്മാദൂൻ, അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നവരാണ്, അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നവർ, അള്ളാഹ്ക്ക് ദിക്ർ ചെയ്യുന്നവരാണ് നാളെ പരലോകത്തെ ഏറ്റവും നല്ല ശ്രേഷ്ഠരായ അടിമകൾ കേട്ടോ. അപ്പൊ ആ ദിക്ർ ബോധോളം നിർവഹിക്കണം. നമുക്ക് നോക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരിക്കൽ ഒന്നിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഅദ് ഇബ്നു അബീ വഖാസ് പറയാണ്, കുന്നാ ഇന്ദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിന്റെ അടുത്തായിരുന്നു. ഫഖാല, നബി പറഞ്ഞു, ആ യഅ്ജിസു അഹദുക്കും അൻ യക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന, എല്ലാ ദിവസവും 1000 നന്മകൾ സമ്പാദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? എന്താ ചോദ്യം? ഒന്നിച്ച് റസൂലുള്ളാഹി സഹാബത്ത് ഇരിക്കുകയാണ്, അപ്പോഴാ ചോദ്യം. എന്താ ചോദ്യം? ആ യഅ്ജിസു അഹദുക്കും അൻ യക്സിബ, സമ്പാദിക്കുവാൻ പ്രയാസം ഉണ്ടാവുമോ? കുല്ല യൗമിൻ, എല്ലാ ദിവസവും അൽഫ ഹസന, 1000 നന്മകൾ, 1000 നന്മ എല്ലാ ദിവസവും സമ്പാദിക്കാൻ. ഇപ്പൊ നമ്മളൊക്കെ ജീവിച്ച കാലയളവ് മുഴുവനും എല്ലാ ദിവസവും 1000 നന്മ സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന റസൂലുള്ളാഹിന്റെ ചോദ്യം. ഫസഅലഹു സായിലുൻ, ഒരു ചോദ്യകർത്താവ് ചോദിച്ചു. മിൻ ജുലസായി, പ്രവാചകന്റെ കൂടെ ഇരിക്കുന്ന സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റും ചോദിച്ചു, റസൂലെ കൈഫ യക്സിബു അഹദുന അൽഫ ഹസന, നമ്മളൊരാൾക്ക് എങ്ങനാ പടച്ചോനെ അല്ലാഹുവിന്റെ റസൂലെ 1000 നന്മകൾ സമ്പാദിക്കാൻ കഴിയുക? ഓരോ ദിവസവും എങ്ങനെയാണ് 1000 നന്മകൾ സമ്പാദിക്കാൻ നമ്മളൊരാൾക്ക് കഴിയുക? അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി, നബി പറയാൻ, കാല യുസബ്ബിഹു മിഅത്ത തസ്ബിഹ, നിങ്ങൾക്ക് 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ 1000 നന്മ എഴുതപ്പെടും. സുബ്ഹാനല്ലാഹ് ഇപ്പൊ പറയാൻ വല്ല പ്രയാസമുണ്ടോ? മറ്റു പ്രാർത്ഥന പോലല്ല, സുബ്ഹാനല്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ 1000 നന്മ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തും. അപ്പൊ 1000 നന്മ സമ്പാദിക്കാൻ വല്ല പ്രയാസമുണ്ടോ? പക്ഷെ എന്ത് വേണം? അള്ളാഹു പരിശുദ്ധനാണ്, അതാണെന്ന് നിങ്ങളുടെ കൽബിന് ബോധം വേണം. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്,
എന്റെ രഹസ്യ പരസ്യം അറിയുന്ന അള്ളാഹുവാണ്. ഈ ലോകത്തുള്ള മനുഷ്യരെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നവനാണ്. അവർക്ക് പരീക്ഷകൾ നൽകുന്നവനാണ്. അവർക്ക് എല്ലാ കഴിവുകളും കൊടുത്തത് അള്ളാഹുവാണ്. എനിക്ക് കഴിവില്ലാതാക്കിയതും ഒക്കെ അള്ളാഹിന്റെ കുദറത്താണ്. ഇതൊക്കെ വിശ്വസിച്ചിട്ട് വേണം സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ. അല്ലാണ്ട് തന്നെ സുബ്ഹാനല്ലാഹ് നമ്മൾ പറയുന്നത് എന്താ അറിയോ? അത് റസൂലുള്ള പറഞ്ഞ എന്താ അറിയോ? അത് നാവിന്റെ പിറുപിറുപ്പ് മാത്രമാണ്, കൽബിലില്ല. അങ്ങനെ സുബ്ഹാനല്ലാഹ് എന്ന് നിങ്ങൾ 100 പ്രാവശ്യം പറഞ്ഞാൽ ഫയുക്തബുലുഹു അൽഫ ഹസന, ഫയുക്തബുലുഹു അള്ളാഹുവിന്റെ അവന്റെ രേഖയിൽ രേഖപ്പെടുത്തപ്പെടും അൽഫ ഹസന, 1000 നന്മ. എന്തേ ചെയ്തിട്ടുള്ളൂ? കൽബറിഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു 100 വട്ടം കേട്ടോ. എന്നാലോ വെറും 1000 നന്മകൾ മാത്രമല്ല, റസൂൽ പറയാണ് ഔ യുഹത്തൻഹു അൽഫ ഖതിയ, 1000 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയും. 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ 1000 നന്മകൾ നമ്മളുടെ പേരിൽ രേഖപ്പെടുത്തുകയും അതോടൊപ്പം അൽഫ ഖതിയ 1000 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയും ചെയ്യും. എത്ര അനുഗ്രഹം അല്ലേ? ഈ അനുഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കും വിധം പരിശുദ്ധ റമളാനിൽ ജീവിക്കാനും അള്ളാഹുവിന്റെ തൃപ്തി നേടാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ചെറുതും വലുതുമായ എല്ലാം അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി വിട പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് ഭൂമിയിൽ നിന്ന് പിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. ഖുദ്സിന്റെ മക്കളുടെ പ്രയാസം അള്ളാഹു കൊടുക്കുമാറാകട്ടെ. എല്ലാ ദിവസവും നമ്മൾ ഓരോരുത്തരും റബ്ബിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കബൂൽ ചെയ്തുകൊണ്ട് ആ കാപാലികന്മാരായ ജൂതന്മാരെ അള്ളാഹു നശിപ്പിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് അവർക്ക് കാരുണ്യം കൊണ്ട് അവരെ വലയം ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്കുള്ള യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മരേഖ, ഭൂമിയിലെ കർമ്മരേഖ വലതു കൈയിൽ സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തെ പരലോകത്ത് വെച്ച് കാണുവാനും അവരെ തിരിച്ചറിയാനും അവരോടും നമ്മളെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നിരവധി രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫയും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മെ തേടി വരുന്ന എല്ലാവിധ പരീക്ഷണങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് തട്ടിയകറ്റുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.